ഡീകോഡിലേക്ക് വീണ്ടും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കളം അതിനാടകീയതകളുടെ രംഗവേദിയാവുകയാണ്. രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണെന്ന ബിസ്മാർക്കിന്റെ വിഖ്യാത വാചകത്തിന് പുതിയ സാധ്യതകൾ തേടുന്ന നേതാക്കളെയും പാർട്ടികളെയുമാണ് പാലക്കാടൻ ഉപതെരഞ്ഞെടുപ്പ് ബാക്കിയാക്കുന്നത്. സീറ്റ് മോഹത്തിന്റെ പേരിൽ സരിൻ ചേരിവിട്ട് മറുചേരിയുടെ സ്ഥാനാർത്ഥിയായതിന്റെ നിരാശ മാറ്റാൻ കോൺഗ്രസുകാർ പുറത്തെടുത്ത പൂഴിക്കടകൻ BJP LDF പാളയത്തിന് തലക്കേറ്റടിയായി. BJP നേടുന്നതിൽ ആരാണ് മുൻപനെന്ന ചോദ്യത്തിൽ LDFനെ മറികടന്ന് മുമ്പിൽ കയറാനും BJP വോട്ടിൽ വിള്ളൽ വീഴ്ത്തി ജയസാധ്യത കൂട്ടാനും കോൺഗ്രസിന് കഴിയും. കോൺഗ്രസിന്റെ സർജിക്കൽ സ്ട്രൈക്കിനപ്പുറം കേരള BJPയിലെ അന്തർ സംഘർഷങ്ങളുടെ ഫലം കൂടിയാണ് സന്ദീപിന്റെ കളമാറ്റം. BJPയുടെ പുതുതലമുറ നേതാക്കളിലെ തീപ്പൊരി നേതാവിന് എങ്ങനെയാണ് BJP പാളയം വിടേണ്ടി വന്നത്? അതിന്റെ നാൾ വഴികൾ പരിശോധിക്കുകയാണ് ന്യൂസ് ഡീകോഡ് വിശദമായി. BJP വാരിയർ എങ്ങനെ കോൺഗ്രസ് ആയി എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. BJPയുടെ വാരിയർ എങ്ങനെ കോൺഗ്രസ് വാരിയറായി എന്നുള്ളതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ശരി, BJPയുടെ വക്താവായിരുന്നു, സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു, ഉജ്ജ്വല പ്രാസംഗികനായിരുന്നു, ചാനൽ ചർച്ചകളിലെ തീപ്പൊരി നേതാവായിരുന്നു. ആ നിലക്ക് BJPയുടെ പുതുതലമുറ നേതാക്കളിൽ ഏറ്റവും നോട്ടബിളായ, ഏറ്റവും അഗ്രഗണ്യനായ, ഏറ്റവും ശ്രദ്ധേയനായ ഒരു നേതാവ് കൂടിയായിരുന്നു. വലിയ ഭാവി BJPക്കകത്ത് കൽപ്പിച്ചൊരു നേതാവും കൂടിയായിരുന്നു സന്ദീപ് വാര്യർ. 4 ജില്ലാ പ്രസിഡന്റുമാരുടെ പരാതി ഇതിനിടെ സന്ദീപ് വാര്യർക്കെതിരെ സംസ്ഥാന പ്രസിഡന്റിന് കിട്ടുന്നതോടുകൂടിയാണ് പാർട്ടിക്കകത്ത്, പാർട്ടിക്കുള്ളിൽ സന്ദീപ് വാര്യർ അനഭിമതനാകുന്നത്. പാർട്ടി പേരിൽ പിരിവ് നടത്തിയെന്നതായിരുന്നു സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്ന ആരോപണം. ഒപ്പം കൈക്കൂലി ആരോപണവും വരുന്നു. പെട്രോൾ പമ്പ് അനുമതി വാഗ്ദാനം ചെയ്ത് പാലക്കാട്ട് 20 ലക്ഷം രൂപ ഒരു വ്യക്തിയിൽ നിന്നും കൈപ്പറ്റിയെന്നുള്ള ആരോപണം ഇതിടയ്ക്ക് സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്നിരുന്നു. ആ ആരോപണത്തിലാണ് പാലക്കാട് ജില്ലാ BJPയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകുന്നു. ഒപ്പം വയനാട് സഹപ്രഭാരി എന്നുള്ളൊരു ഭാരവാഹിത്വം കൂടി സന്ദീപ് വാര്യർ വഹിച്ചിരുന്നു. വയനാട്ടിൽ ചില ടൂറിസം പദ്ധതികളുടെ പേരിലും ഇദ്ദേഹം പിരിവ് നടത്തിയതായുള്ള ആരോപണം വയനാട് BJPയുടെ ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റിന് പരാതിയായി നൽകുകയും ചെയ്യുന്നു. ഇതിനൊക്കെ അപ്പുറം ഈ പിരിവും അഴിമതി ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്നതിനിടയിലും ഔദ്യോഗിക പക്ഷത്തോടുള്ള എതിർപ്പ് എന്ന് വെച്ചാൽ K. സുരേന്ദ്രനും V. മുരളീധരനും അടങ്ങുന്ന ഔദ്യോഗിക പക്ഷത്തോടുള്ള എതിർപ്പും സന്ദീപ് വാര്യർക്ക് വിനയാകുന്നു. അപ്പം ഈ ഔദ്യോഗിക പക്ഷത്തെ എതിർക്കുന്ന, ഇപ്പോൾ സുരേന്ദ്രനെതിരെയും V. മുരളീധരനെതിരെയും ഒക്കെയുള്ള സൈബർ ഹാൻഡിലുകളെ നിയന്ത്രിക്കുന്നത് സന്ദീപ് വാര്യറാണ് എന്നുള്ള ഒരു അടക്കിപ്പിടിച്ച് സംസാരം BJPക്കകത്ത് ഉയരുകയും അതും സന്ദീപ് വാര്യർക്ക് BJPക്കകത്ത് വിനയാകുന്നു നമ്മൾ കണ്ടു. അപ്പം പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു വിദേശ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളൊരു വിഷയം BJPക്കകത്ത് വലിയ വിമർശന വിധേയമാക്കുകയും ചെയ്തു. പിന്നീട് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായപ്പോൾ അതിന് പിന്നാലെ സന്ദീപ് വാര്യരെ വിളിച്ചു വരുത്തി വിശദീകരണം തെളിച്ചാൽ ഈ കൈക്കൂലി ആരോപണം, ഈ പണപ്പിരിവ് ആരോപണം, ഒപ്പം ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള ആരോപണം, ഒപ്പം ഈ ഹലാൽ ഭക്ഷണ വിവാദത്തിൽ പാർട്ടിക്ക് ലൈനിന് വിരുദ്ധമായി നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം കൂടിയായപ്പോൾ ഒരു വിശദീകരണം തേടിയിരുന്നു സന്ദീപ് വാര്യർ. ആ വിശദീകരണം തൃപ്തികരമല്ലാതെ വന്നപ്പോൾ സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുക്കുന്നതിലേക്ക് BJPയുടെ സംസ്ഥാന നേതൃത്വം പോകുന്നു. അങ്ങനെ വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നൊപ്പം ചാനൽ ചർച്ചയിൽ നിന്ന് വിലക്കുകയും ചെയ്യുന്നു. വക്താവ് സ്ഥാനത്തൊന്നും നീക്കുന്നു, ചാനൽ ചർച്ചയിൽ നിന്ന് വിലക്കുന്നു. ചാനൽ ചർച്ച എന്ന അദ്ദേഹത്തിന്റെ ഒരു ഇടം എന്ന് പറയുന്നത് സ്വാഭാവികമായും ചാനൽ ചർച്ചകളിൽ അദ്ദേഹത്തെ വിലക്കിയതോടുകൂടി അദ്ദേഹത്തിന് കടുത്ത എതിർപ്പ് സംസ്ഥാന നേതൃത്വത്തോട് വരുന്നു. അതിനൊപ്പം ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചപ്പോൾ നേതാക്കളാരും സന്ദർശിച്ചില്ല എന്നുള്ള പരാതിയും പരിഭവവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സംസ്ഥാന നേതാക്കൾ പോയിട്ട് ഇപ്പോൾ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥി പോലും അദ്ദേഹത്തെ വീട്ടിലെത്തി ഒന്ന് കണ്ടില്ല എന്നുള്ളൊരു പരിഭവവും പരാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് അദ്ദേഹം ഒരു FB പോസ്റ്റിലൂടെ പ്രകടമാക്കുകയും ചെയ്തു. അതിനൊപ്പം ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് കളമാണ് അദ്ദേഹം പരസ്യമായി BJP വിട്ടു പോരാനുള്ള അവസാനത്തെ കാരണമായത്. എന്ന് വെച്ചാൽ അവിടെ C. കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയെ BJP പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി സന്ദീപ് വാര്യർ അവിടെ എത്തിയിരുന്നു. ആ വേദിയിൽ കയറാൻ സന്ദീപ് വാര്യർ ഒരുങ്ങിയപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റായ രഘുകുമാർ അദ്ദേഹത്തെ വേദിയിൽ കയറ്റിയില്ല. അത് അദ്ദേഹത്തിന് വലിയ അപമാനമായി. ഇനി പാലക്കാട്ടേക്ക് BJPയുടെ പ്രചാരണത്തിന് പോകില്ല, വലിയ തോതിൽ താൻ അപമാനിതനായി എന്ന് അദ്ദേഹം പറയുന്നു. ഇനി പ്രചാരണത്തിന് പോകില്ല, അത് പരസ്യമായി BJP നേതൃത്വത്തിനെതിരെ അദ്ദേഹം FB പോസ്റ്റിൽ നമ്മൾ കാണുന്നു. പിന്നീട് CPMുമായി ചർച്ച നടത്തുന്നു. പക്ഷേ CPMന്റെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിന് താല്പര്യമുണ്ടായിരുന്ന ഒരു വേള MV ഗോവിന്ദന് വരെ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ പിണറായി വിജയൻ അതിന് സമ്മതം മൂളിയില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയ വിവരം.
കോൺഗ്രസുമായി ഇതിനിടയിൽ ചർച്ച നടത്തുന്നു, ഹൈക്കമാൻഡ് അനുമതിയാകുന്നു, അംഗത്വം സ്വീകരിക്കുന്നു. പിന്നീട് ഇന്ന് നമ്മൾ കണ്ട ചിത്രമാണ്. അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് വരുന്നു, BJP പാളയം അദ്ദേഹം വിടുകയാണ്. അപ്പോൾ ഒരു പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്ദീപ് വാര്യർ കോൺഗ്രസ് പാളയത്തിലേക്ക് വരുന്നത് BJPക്ക് എത്ര കണ്ട് തിരിച്ചടിയാണ്, ഒപ്പം കോൺഗ്രസിന് ഏതെല്ലാം തലക്കുള്ള നേട്ടമാകും എന്നതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. നന്ദഗോപാൽ ഉണ്ട് നമ്മോടൊപ്പം. നന്ദഗോപാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സന്ദീപ് വാര്യർക്ക് മുന്നിൽ കോൺഗ്രസ് എന്തെല്ലാം ഓഫറുകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്തേത്, ഇത് കോൺഗ്രസിന് എങ്ങനെ ഗുണമാകും, BJPക്ക് എങ്ങനെ തിരിച്ചടിയാകും? സൈഫുദ്ദീൻ, തീർച്ചയായിട്ടും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പലതരത്തിലുള്ള വിവാദങ്ങൾ എല്ലാ ദിവസവും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് ഒരു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ, പരസ്യപ്രചരണം അവസാനിക്കാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് ഒരു വലിയ ട്വിസ്റ്റ് ഉണ്ടായത്. കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യരുടെ പ്രവേശനം. അദ്ദേഹം ഈ ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ പരസ്യമായി അദ്ദേഹത്തിന്റെ ഒരു അഭി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലൊക്കെ CPM-ലേക്ക് സന്ദീപ് വാര്യർ പോയേക്കുമെന്നൊരു പ്രചരണം ഉയർന്നു നിന്നിരുന്നു. പക്ഷേ BJP നേതാക്കളൊക്കെ അദ്ദേഹം പാർട്ടി വിടും എന്നൊരു കാര്യം, ആ ഒരു ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും ഈ ഒരു അവസാന ഘട്ടത്തിലാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ കോൺഗ്രസിന് കൈകൊടുത്തിരിക്കുന്നത്. കോൺഗ്രസ് വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത്. എല്ലാ നേതാക്കളും ഒരുപോലെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും സാജിദ് അജ്മൽ കൂടെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഓരോ ട്വിസ്റ്റ്. ഇപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ ഒരു വിഷയം നിൽക്കുന്നു. ഇത് കോൺഗ്രസിന് എത്രത്തോളം ഗുണം ചെയ്യും? സന്ദീപ് വാര്യരെ പോലുള്ള BJPയുടെ മുഖമായ ഒരു നേതാവ്, ആ നേതാവിനെ ഏറ്റവും അവസാന ലാപ്പിൽ കിട്ടിയത് എന്തായാലും കോൺഗ്രസിന് ഗുണകരമാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ പലതരത്തിലുള്ള ചർച്ചകൾ ഏറ്റവും അവസാനം ഈ വ്യാജ വോട്ടുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായി മാറ്റിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ വന്നിരിക്കുന്നത്. സന്ദീപ് വാര്യരെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം BJP പ്രവർത്തകർ പാലക്കാട് നഗരത്തിലുണ്ട്. ഈ വിഭാഗത്തിന്റെ വോട്ട് എന്തായാലും സമാഹരിക്കാൻ കഴിയും. ക്ഷമിക്കണം. എന്ന് മാത്രമല്ല, ഈ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം താൻ പാടെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാണ് സന്ദീപ് വാര്യർ വരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയും. വലിയ വിവാദങ്ങൾക്കിടയിൽ ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയ ഒരു തിളക്കത്തിന് കുറവുണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ റോഡ് ഷോയോട് കൂടി അത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് BJPയിൽ നിന്ന് കൂടുതൽ വോട്ട് സമാഹരിക്കാൻ കഴിയും എന്ന് മാത്രമല്ല, കൂടുതൽ BJP പ്രവർത്തകരെയും അണികളെയും ഈ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ കൂടി വരും ദിവസങ്ങളിൽ സാധ്യതയുണ്ട്. അപ്പോൾ അതേസമയം BJPക്ക് ഇതൊരു വലിയ തിരിച്ചടിയാണ്. BJPക്ക് വലിയ ശക്തിയുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് നഗരമൊക്കെ. അപ്പോൾ ഇവിടെ BJPക്ക് ഇത് എങ്ങനെയാണ് തിരിച്ചടിയാവാൻ സാധ്യത? BJPക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി എന്ന് പറയുന്നത് ഈ BJP പ്രവർത്തകർക്ക് ഇടയിൽ സന്ദീപിന്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വലിയ വികാരമുണ്ട്. അത് ഈ നേതൃത്വത്തെ, പ്രത്യേകിച്ച് സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥിയായ പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹത്തിനും വലിയ തിരിച്ചടിയാണ്. എന്ന് മാത്രമല്ല, ഇങ്ങനെ കൂടുതൽ ആളുകൾ പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാവുകയും BJPയുടെ കേഡറല്ലാത്ത വോട്ടുകൾ പൂർണ്ണമായിട്ടും UDF-ലേക്കും LDF-ലേക്കും പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. തീർച്ചയായും ശരി, നന്ദഗോപാലും സാജിദും സൂചിപ്പിച്ചതുപോലെ തന്നെ സന്ദീപ് വാര്യർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നെങ്കിൽ സന്ദീപ് വാര്യരെ പാർട്ടിയിൽ തന്നെ നിർത്താൻ ആവശ്യമായ നടപടികൾ, ഇടപെടലുകൾ നേതൃത്വം സ്വീകരിക്കണമായിരുന്നു. വിട്ടത് ശരിയായില്ല എന്നുള്ള ഒരു ചർച്ച ഇതിനകം തന്നെ പാലക്കാട്ടെ BJPക്കകത്തുണ്ട്. അങ്ങനെ സന്ദീപ് ഒടുക്കം BJP വിട്ട് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നുവെങ്കിൽ അതിന് നേതൃത്വം മറുപടി പറയേണ്ടി വരും. ആ നിലക്കത് BJPക്ക് ഇവിടെ തിരിച്ചടിയാകും, ഒപ്പം കോൺഗ്രസിന് ഗുണമാകുമെന്ന് കോൺഗ്രസ് പാളയം കണക്കൂട്ടും. എന്തായാലും എന്താണ് സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം.